വിദ്യാബാലൻ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഇടയ്ക്ക് വലിയ ആഘോഷമാക്കിയതാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. ഏത് സാധനവും അധികമായാമൃതം വിഷം എന്നുള്ള പോലെ നമ്മൾ ഇങ്ങനത്തെ ഡയറ്റിലൊക്കെ നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നെ കിട്ടത്തില്ല. നൈറ്റിൽ നമ്മൾ മസ്റ്റായിട്ട് ബ്രഷ് ചെയ്യണം. അപ്പോൾ രാവിലെ ബിഫോർ ബ്രഷിങ് ഒരു 2 to 4 glasses ഓഫ് വാട്ടർ, ലൂക്ക് വാം വാട്ടർ എന്നുള്ളത് എടുക്കുന്നത് നല്ലതുണ്ടാവും. നാച്ചുറൽ ആയാലും അധികമായിട്ടുള്ള യൂസ് വേറെ സൈഡ് എഫക്ട്സുകളുണ്ടാവും. കാർബ്സ് ശരിക്കും ഒരു വില്ലനേ അല്ല. നമുക്ക് അത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബ്സാണ്. പലരും നമ്മുടെ സോഡ പോലത്തേത് കുടിക്കുമ്പോഴത്തേക്കും ഉടനെ ഗ്യാസ് പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഗ്യാസ് ഇത് കളയുന്നു. ശരിക്കും പറഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എക്സ്ട്രാ ആയിട്ട് ഗ്യാസിനെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചായ കാപ്പി എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അത് എടുക്കുന്ന ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിന്നർ ഒരു സൺസെറ്റിന് മുമ്പായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. മാം, ഒരു ഡയറ്റീഷ്യനെ അടുത്ത് കിട്ടുമ്പോൾ ശരിക്കും ആദ്യം ചോദിക്കാൻ തോന്നുന്നത്, നമ്മൾ ഈ ഡയറ്റ് പ്ലാൻസ് ഒക്കെ മുന്നേ ഒരു പിരമിഡ് മോഡൽ കണ്ടിട്ടുണ്ട്, ഇൻവേർട്ടഡ് പിരമിഡ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ശരിക്കും എങ്ങനെയായിരിക്കണം ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാവേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്? ഫുഡ് പിരമിഡ് നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കൂടുതലും ഏറ്റവും താഴത്തെ ബേസിൽ വരേണ്ടത് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന സീരിയൽസ്, ഇപ്പം വീറ്റ്, റൈസ്, അങ്ങനെയുള്ള എല്ലാ സീരിയൽസും ധാന്യങ്ങളെല്ലാം അതിൽ വരുന്നത്. അത് മെയിൻ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന പ്രോട്ടീൻ ഇതായിട്ട് വരും. അപ്പം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മീറ്റ്, ഫിഷ്, എഗ്ഗ് അങ്ങനെയുള്ള ഇത്. അപ്പം മിൽക്ക് പ്രോഡക്ട്സുകളും ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ ഇതിൽ വരും. പിന്നെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അങ്ങനെ പിരമിഡ് ആ ഒരു ലെവലിൽ പോവും. ഏറ്റവും ടോപ്പിൽ ഏറ്റവും കുറച്ചായിട്ട് വേണ്ടുന്ന ഫാറ്റ്സാണ് അതിൽ വരുന്നത്. ഇപ്പം അതിനെ നമ്മൾ ഫുഡ് പ്ലേറ്റ് മോഡലിൽ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നോർമലി നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/4 പോർഷൻ എന്നുള്ളത് സീരിയൽസ് ആക്കും. സീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ധാന്യങ്ങൾ, ഇപ്പം റൈസ് ആണെങ്കിലും വീറ്റ് ആണെങ്കിലും മില്ലറ്റ്സ് ആണെങ്കിലും ഏത് സീരിയൽസും അതിൽ വരും. അത് മാക്സിമം നമ്മൾ റിഫൈൻഡ് സീരിയൽസ് അല്ലാതെ ഫൈബർ കണ്ടന്റ് ഉള്ള സീരിയൽസ് യൂസ് ചെയ്ത് കുറച്ചും കൂടെ ബി കോംപ്ലക്സ് വൈറ്റമിനും ഫൈബറും ഒക്കെ കിട്ടാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ. അപ്പം നമുക്ക് വേണ്ടുന്ന മെയിൻ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഹോൾ ഡേ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് സീരിയൽസ്. അപ്പോൾ അതാണ് ഒരു 1/4 പോർഷൻ എങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ വരേണ്ട 1/4 പോർഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസാണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സും, എഗ്ഗ്, ഫിഷ് അങ്ങനെയുള്ളതും, ആനിമൽ പ്രോട്ടീൻസും, പിന്നെ വെജിറ്റേറിയൻ പ്രോട്ടീൻസായ പൾസസ് എന്ന് വെച്ചാൽ പയർ, കടല, നട്ട്സ് അങ്ങനെയുള്ളത്. നെക്സ്റ്റ് വരേണ്ടത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നുള്ളത്. അതൊരു 1/2 പോർഷൻ എന്നുള്ളത്, പ്ലേറ്റിൻ്റെ 1/2 പോർഷൻ എന്നുള്ളത്. അതിൽ ഒരു 1/4 പോർഷൻസിൽ കൂടുതൽ വേണം വെജിറ്റബിൾ പാർട്ട്, ഒരു 4-5 വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു 1/4 ആയിട്ട് ഫ്രൂട്ട്സ്, ഒരു 1 or 2 ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിൽ ഫ്രൂട്ട്സ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു കുറച്ച് പോർഷൻ എന്നുള്ള രീതിയിൽ ഫാറ്റ് വരുന്നത്, അത് ഓയിൽസ്, ഇപ്പോൾ കോക്കനട്ട്, ഗീ, ഇതെല്ലാം ബട്ടർ അങ്ങനെയുള്ളതെല്ലാം വളരെ ലിമിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഫ്ലൂയിഡ്സ് എന്നുള്ളത്, അത് എല്ലാ ടൈപ്പ് ഫ്ലൂയിഡ്സും ഇൻക്ലൂഡ് ചെയ്യാം. ബട്ടർ മിൽക്ക്, ലൈം ജ്യൂസ് അങ്ങനെയുള്ളത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ മാക്സിമം നമ്മൾ ജ്യൂസായിട്ട് തന്നെ ജ്യൂസായിട്ടല്ലാതെ ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ നോക്കുക. മാം, അതുപോലെ തന്നെ ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. മാം കുറേ ഡയറ്റ് പ്ലാൻസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഹിറ്റുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. പ്രധാനമായിട്ട് കേട്ടിരിക്കുന്നത് കീറ്റോ ഡയറ്റ്. എന്താണ് കീറ്റോ ഡയറ്റ് എന്നൊന്ന് പറയാമോ? കീറ്റോ ഡയറ്റിൽ മെയിനായിട്ട് നമ്മൾ ഈ ബാലൻസ്ഡ് ആയിട്ട് ഇപ്പം ഫുഡ് പ്ലേറ്റ് മോഡലിൽ പറഞ്ഞു, അതിൻ്റെ അല്ലാതെ കീറ്റോ ഡയറ്റിൽ ഒള്ളി ഇപ്പം സീരിയൽ പോർഷൻസ് ഒരു നമുക്ക് ഡെയിലി ഒരു 90 ഗ്രാമെങ്കിലും വേണ്ടുന്ന സ്ഥാനത്ത് ഒരു 20 ഗ്രാമൊക്കെ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം ഫാറ്റും പ്രോട്ടീൻസ് എന്നുള്ള രീതിയിലാണ്. അതിൽ കൂടുതൽ പ്രോട്ടീൻസും ശരിക്കും പറഞ്ഞാൽ അതിൽ കുറവാണ്, ഫാറ്റാണ് കൂടുതലായിട്ട്. ഈ നമ്മൾ ഈ ഓർഗൻ മീറ്റ്സും അതുപോലെ റെഡ് മീറ്റ്സ് അങ്ങനെയുള്ള ഈ ഫാറ്റ് കൂടുതലുള്ള ഫുഡ്സാണ് ഈ കീറ്റോ ഡയറ്റിൽ വരുന്നത്. അപ്പോൾ അത് കൂടുതൽ നമ്മളൊരു ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡ് പോലും നമ്മളൊരു 3 months ചിലർ സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഡയറ്റീഷ്യൻസ് ഒരിക്കലും അതിന് സജസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം. നമുക്ക് എല്ലാം ഉൾപ്പെടുത്തി ക്വാണ്ടിറ്റി മാത്രം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ വേണ്ടത്.
ഡോക്ടർ അതുപോലെ ഇപ്പോൾ കേട്ടതാണ് ഒരു വിദ്യാബാലൻ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഇടയ്ക്ക് വലിയ ആഘോഷമാക്കിയതാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. എന്താണ് ശരിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്? ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് കൂടുതലും നമ്മളിപ്പം ബാലൻസ് ഡയറ്റിൽ എല്ലാം വരുന്നില്ല, പക്ഷേ കൂടുതലായിട്ട് അതിൽ പറയുന്നത് ഇപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പറയുന്നുണ്ട്. അതുപോലെ ഗാർലിക്, ഒണിയൻ, അങ്ങനെയുള്ള ടേമറിക്, അങ്ങനെയുള്ള കുറച്ചും കൂടെ എന്താണ് സ്പൈസസ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറയും. അപ്പം അത് നമ്മൾ ഏത് സാധനവും അധികമായാമൃതം വിഷം എന്നുള്ള പോലെ നമ്മൾ ഇങ്ങനത്തെ ഡയറ്റിലൊക്കെ നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നെ കിട്ടത്തില്ല. അപ്പം നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിലാണെങ്കിൽ ഈ ഫുഡ് പ്ലേറ്റ് പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടുന്ന അളവിലും ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് നമുക്കെല്ലാം കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും അബ്സോർപ്ഷൻ ആകത്തുള്ളൂ. ഇപ്പോൾ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസിന് ഫാറ്റ്സ് വേണം ബോഡിയിൽ. അപ്പം വൈറ്റമിൻ എ, ഡി, ഇ, കെ പോലുള്ളതിൽ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ്, അപ്പോൾ അത് അബ്സോർപ്ഷന് ഫാറ്റ്സ് ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ വരുള്ളൂ. അതുപോലെ അയൺ അബ്സോർപ്ഷന് വൈറ്റമിൻ സി വേണം. അപ്പം എല്ലാം ബാലൻസ്ഡ് ആയിട്ട് എടുക്കുന്ന ഡയറ്റിൽ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ ആസ് എ ഡയറ്റീഷ്യൻ ശരിക്കും അതും അത്രമേൽ ആവശ്യമില്ലാത്തവർക്ക് അത് സജസ്റ്റീവ് അല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ശരിക്കും ഒരു ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ കുറയ്ക്കും. അപ്പം നമ്മൾ ഈ ഒത്തിരി അൺഹെൽത്തി മറ്റ് ഫ്രൈഡ് ഐറ്റംസും അങ്ങനെയുള്ളതും ഷുഗറി ഐറ്റംസൊക്കെ ഒഴിവാക്കാൻ പറയും. അപ്പം അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും കൂടുതലായിട്ട് ചെയ്യുമ്പം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറഞ്ഞു കിട്ടും. അപ്പം അത് ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ നമ്മളൊന്നും ഒരു ലോങ് പീരീഡ് ചെയ്യാൻ പാടില്ല. ഒരു ഷോർട്ട് പീരീഡ് എന്നുള്ള രീതിയിൽ 2-3 മന്ത്സൊക്കെ മാക്സിമം എടുക്കാവുള്ളൂ. അതുപോലെ കേട്ടിട്ടുള്ളതാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻറ്റ് ഡയറ്റ് എന്ന്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഒരു 16 hours കൂടുതലുള്ള പീരീഡ് അതിൽ വരുന്നില്ല. അപ്പം 8 to 12 hours. അപ്പം നമ്മളിപ്പോൾ ഒരു നൈറ്റ് ഒരു 8 PM ഡിന്നർ സ്റ്റോപ്പ് ചെയ്താൽ മോർണിംഗ് അത് 8 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു 8 to 4, 10 to 6 ഈ 2 ടൈമിൽ നമ്മൾ ചെയ്ത് ഒരു കുറച്ച് ലോങ് പീരീഡ് വേണ്ട ഒന്നും. നമ്മളൊരു 3 monthsൊക്കെ അത് നമ്മളിപ്പോൾ ഒരു 8 ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 4 നിർത്തുന്ന അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതാണ് 10 സ്റ്റാർട്ട് ചെയ്ത് 6 നിർത്തുന്നത്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഡയബറ്റിക് പോലത്തെ ഇതും പിന്നെ ചില മെഡിസിൻസ് എടുക്കുന്നവർക്കൊക്കെ ഇതൊരു ലോങ് പീരീഡ് ചെയ്യുന്നത് നല്ലതല്ല. കൃത്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ കഴിച്ചു പോകുന്നതാണോ നല്ലത്? കുറച്ച് ആഹാരം ഈ 5 തവണയായി അങ്ങനെ കഴിക്കുന്നതാണോ നല്ലത്? അത് പലർക്കും നമ്മൾ 3 times ആയിട്ട് മീൽസ് എടുക്കുന്നതിനേക്കാൾ ഒരു 5-6 ടൈംസോ അല്ലെങ്കിൽ 6-7 ടൈംസോ അങ്ങനെ സ്പ്ലിറ്റ് മീലായിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഗ്യാപ്പ് ഇട്ട് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ടെൻഡൻസി ഉണ്ട്. അതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടാനുള്ള, അസിഡിറ്റി ഫോം ചെയ്യാനൊക്കെ ഒരു ഗ്യാപ്പ് ഇടുന്തോറും അത് വരും. പിന്നെ നമ്മൾ ഓവർ ഈറ്റിംഗ് ആയിട്ടുള്ളവർ 3 meals മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് അവർ അടുത്തെടുക്കുന്നതും കൂടുതൽ ക്വാണ്ടിറ്റി ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് മീൽ രീതിയിൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലൊക്കെ ഈ മോർണിംഗ് റുട്ടീനൊക്കെ കാണിക്കലുണ്ട്. അപ്പോൾ ഈ രാവിലെ എണീക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് പേര് തേനൊഴിച്ചിട്ട്, ചിലർ നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ഐഡിയൽ മോർണിംഗ് റുട്ടീൻ ഒരു ഡയറ്റീഷ്യൻ പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? നമ്മൾ ഇപ്പം നൈറ്റിൽ നമ്മൾ മസ്റ്റായിട്ട് ബ്രഷ് ചെയ്യണം. അപ്പോൾ രാവിലെ ബിഫോർ ബ്രഷിങ് ഒരു 2 to 4 glasses ഓഫ് വാട്ടർ, അത് ലൂക്ക് വാം വാട്ടർ എന്നുള്ളത് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ പാടില്ല. ഒരു 15 minutes ഗ്യാപ്പിൽ ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കുക. അങ്ങനെ ഒരു വിത്തിൻ 1 hour കൊണ്ടേ നമ്മളൊരു 4 glasses എങ്കിലും കുടിക്കാവുള്ളൂ. അപ്പം ഒരു അരമണിക്കൂർ എടുത്ത് 2 glasses, അങ്ങനെ 2 മണിക്കൂർ 1 hour എടുത്ത് 4 glasses ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഒരു 15 minutes ഗ്യാപ്പ്
നമ്മൾ കുടിക്കുന്നത് വെള്ളം അങ്ങനെ വേണം, അല്ലാതെ ഒറ്റയടിക്ക് കുടിക്കുന്നത് നല്ലതല്ല. അത് എന്തെങ്കിലും ഇട്ട വെള്ളമാണോ അത് ഇളം ചൂട് വെള്ളം? നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഒരു ലൂക്ക് വാം വാട്ടറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഹെർബൽ ഡ്രിങ്ക്സ് പോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ഇത്, ചെമ്പരത്തി പൂവിൻ്റെ ഇത്, അങ്ങനെയുള്ള നമ്മൾ ഹെർബൽ ടീസ് പോലെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം അത് തന്നെ നമുക്ക് എന്നും മീൻസ് എന്നും കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും ഇട്ട് എക്സസ്സായിട്ട് കുടിക്കാനും പാടില്ല. ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിൽ ചെയ്യാവുള്ളൂ. അതും വീക്കിലി 3 days നമ്മളെല്ലാം റൊട്ടേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരും. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ചില സുഹൃത്തുക്കൾ ഇതിന് നല്ലതായിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടാവാം. ഈ പുളി ഇട്ട വെള്ളം, പുളിഞ്ചിക്ക് ഇട്ട വെള്ളം, ഇതൊക്കെ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും നല്ലതാണോ? അത് ശരിക്കും നമ്മൾ ഈ അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് സാധനവും നമ്മളിപ്പം കറികളിൽ നമ്മൾ ഇപ്പം കുറച്ച് പുളി ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇതിന് വേണ്ടി എക്സസ് ആയിട്ടത് യൂസ് ചെയ്യുന്ന, ഇപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തന്നെ ജ്യൂസ് അടിച്ചപ്പോൾ ഒരു 2 or 3 വേണ്ടുന്ന സ്ഥാനത്ത് 5-6 ആകുവാണ്. അപ്പം അത് എക്സസ് ആയിട്ട് വരുമ്പം അതിൻ്റേതായ ഓക്സലേറ്റ്സ് കൂടിയിട്ടുള്ള സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നമുക്ക് ഏതും അധികമായിട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഹോം റെമഡീസ് പരീക്ഷിക്കുകയാണെങ്കിലും അത് കുറച്ച് നാൾ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അതെ, നമ്മൾ ഇപ്പം ഒരു വീക്ക്ലി 3 days എന്നുള്ള രീതിയിൽ, പിന്നെ ഒരു 1 ഗ്ലാസ്സിൽ കൂടുതൽ എടുക്കാതെ നോക്കുക, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുക. ഇപ്പം ഒത്തിരി പേര് ഉലുവ വെള്ളം, ഇതൊക്കെ നമ്മൾ കറികളിലും നമ്മൾ ഇത് ഉലുവയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റേതായ വേറെ ദോഷവശങ്ങൾ ഉണ്ടാവും. നാച്ചുറൽ ആയാലും അധികമായിട്ടുള്ള യൂസ് വേറെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ സംശയമാണ്, ഈ പ്രമേഹമുള്ളവർ നെല്ലിക്ക ഇട്ടിട്ടുള്ള ജ്യൂസ് സ്ഥിരമായിട്ട് കുടിക്കുന്നു, അല്ലെങ്കിൽ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നു, അതൊക്കെ ഇതിൻ്റെ കാറ്റഗറി? അതെ. നമ്മൾ നെല്ലിക്ക ആണെങ്കിലും നമുക്കൊരു 2 നെല്ലിക്കയുടെ ആവശ്യമുള്ളൂ. നെല്ലിക്ക എന്ന് പറയുന്നത് പൊട്ടാസ്യം കൂടുതലാണ്. നമ്മളത് കൂടുതലായിട്ട് 5-6 ഒരു ജ്യൂസ് അടിക്കുമ്പം 5-6 എണ്ണം വേണ്ടി വരും. അപ്പോൾ അത് എക്സസ് ആയിട്ട് വരുമ്പം നമ്മുടെ ശരീരത്തിലെ സോഡിയം ലെവൽ കുറഞ്ഞു പോകും, പൊട്ടാസ്യം കൂടുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഏത് സാധനവും നമ്മൾ അതിൻ്റേതായ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരുമ്പം അത് ബോഡിയിൽ പ്രശ്നം ഉണ്ടാക്കും. ഇനി കുറച്ച് ഡയറ്റിലെ മിത്തുകൾ ചോദിച്ചോട്ടെ. ഇപ്പോൾ വലിയൊരു അവയർനെസ് വരികയാണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് വേണ്ട എന്നുള്ളത്. ശരിക്കും കാർബ് എത്രത്തോളം വില്ലനാണ്? കാർബ്സ് ശരിക്കും ഒരു വില്ലനേ അല്ല. നമുക്ക് അത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബ്സാണ്. അതെന്ന് പറഞ്ഞാൽ മെയിൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ധാന്യങ്ങൾ. അപ്പോൾ ധാന്യങ്ങൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അപ്പം ഇപ്പം ഏത് ഫുഡും നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഷുഗറായിട്ടും വരുന്നുണ്ട്. അപ്പം ഈ മെയിൻ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് തന്നെയാണ് സീരിയൽസ്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് നല്ലതല്ല. അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് ഓരോരുത്തർക്കും, ഇപ്പം ആക്ടിവിറ്റി ലെവൽ കുറവായിട്ടുള്ളവർക്ക് അതനുസരിച്ചുള്ള കാർബ്സ് മതിയാവും. അപ്പോൾ ആ രീതിയിൽ അതിനെ ഒന്ന് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മൾ ഒന്നും ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാനേ പാടില്ല. എനിക്കൊന്നും നമ്മൾ കാലാകാലങ്ങളായി ധാരാളം ചോറ് കഴിക്കുന്നവരായതുകൊണ്ടായിരിക്കും ഈ കാർബിന് ഇങ്ങനെ ഒരു അവയർനെസ് ഇപ്പോൾ വരുന്നത്. അതെ. നമ്മൾ ഇതെല്ലാം ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് വരുന്നത്. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ കഴിക്കാം, അല്ലെങ്കിൽ ചക്ക കഴിക്കാം. പക്ഷേ റൈസും അതും കൂടി എടുക്കുമ്പോൾ 2 സ്റ്റാർച്ച് ആവും. അപ്പം അങ്ങനെയുള്ളത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ. അപ്പോൾ അല്ലാതെ കാർബ്സ് ഒഴിവാക്കിക്കൊണ്ടൊരു ഡയറ്റ് നല്ലതല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റിൻ്റെ ഒരു 1/4 പോർഷൻ എന്നുള്ളത് സീരിയൽസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് നമുക്ക് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആണെങ്കിലും മതിയാവും. അത് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്നുള്ളതാണ് മെയിൻ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിക്കുന്നു, അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സ്പ്രൈറ്റ് കൂടെ കുടിക്കുന്നു. അപ്പോൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ശരിക്കും ഗ്യാസ് കളയാൻ നല്ലതാണ് എന്നുള്ള ധാരണ ശരിയാണോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും ഈ നമ്മൾ സോഡ പോലത്തേത് കുടിക്കുമ്പോഴത്തേക്കും ഉടനെ ഗ്യാസ് പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഗ്യാസ് ഇത് കളയുന്നു. ശരിക്കും പറഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എക്സ്ട്രാ ആയിട്ട് ഗ്യാസിനെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഓവറായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഈവൻ ഫാറ്റി ലിവർ ഇഷ്യൂസ് പോലും
കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വഴിയാവണം ഈ ഡീടോക്സ് ഡ്രിങ്കുകളെ പറ്റി കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഡീടോക്സ് ഡ്രിങ്കുകളുണ്ടോ? അതെടുക്കുന്നത് നല്ലതാണോ? എങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ വേ ഒന്ന് പറയാമോ? ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല എടുക്കുന്നതിൽ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഏതും അധികമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പം ചിലപ്പോൾ ലൈം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ഓവറായിട്ട് വരുമ്പോൾ അത് സ്റ്റൊമക്കിനും ടീത്തിനും പ്രശ്നമായിട്ട് വരും. അപ്പം നമ്മൾ ഇപ്പം വെള്ളം തീരെ കുടിക്കുന്നില്ലാത്തവർക്ക് ഒരു ഹൈഡ്രേഷൻ പോലെ നമുക്കതിനെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കലും ഡീടോക്സ് നമ്മുടെ ബോഡി നോർമലി നാച്ചുറലി ചെയ്യുന്നത് നമ്മുടെ ലിവറും കിഡ്നിയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ ഒരു വാട്ടർ കൊണ്ട് നമ്മുടെ ഒരു ഡീടോക്സ് വരുന്നില്ല. അപ്പം അത് നമുക്കൊരു ഇപ്പം വെള്ളം കുടിക്കുന്നില്ലാത്തവർക്ക്, ഇപ്പം സാധാ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അപ്പം വേണമെങ്കിൽ ഇത് ഡീടോക്സ് വാട്ടേഴ്സായിട്ട് എടുക്കുമ്പം ഹൈഡ്രേഷൻ കിട്ടാനായിട്ടെന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രേഷൻ ആണ് ഒരു മെയിൻ പരിപാടി ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ കുറച്ചൊക്കെ അതിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും കിട്ടും. നമ്മൾ നോർമലി ഫുഡ് എടുക്കുന്നതിൽ നിന്നും കിട്ടും. പക്ഷേ ഇതൊരു ഡീടോക്സ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനെ പറയാൻ പറ്റത്തില്ല. അത് നാച്ചുറലി നമ്മുടെ ബോഡി തന്നെ ലിവറും കിഡ്നി അത് ചെയ്യുന്നത്. ചായയും കോഫിയും കുറിച്ചിട്ടുള്ള ഒരു സംശയമാണ്. ഒന്ന്, ഇത് നല്ലതാണോ എന്നുള്ളത്. രണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇത് കഴിക്കുന്നത് നല്ലതാണോ? ചായ കാപ്പി എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് എടുക്കുന്ന ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ചായ കുടിക്കും. അപ്പോൾ അത് ഒരു അസിഡിറ്റി കൂടാനുള്ള ചാൻസാണ്. ഫസ്റ്റ് നമ്മളൊരു ചൂടുവെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുടിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ഇതൊരു ഈവനിങ് പോലെയോ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതും എക്സസ് ആയിട്ട് എടുക്കുന്നത്, പല ആണുങ്ങളുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ പലരും കുറേ ചായ കുടിക്കും. അപ്പം അതിലെല്ലാം ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാവും. പിന്നെ എക്സസ് ആയിട്ട് അപ്പോൾ യൂറിക് ആസിഡൊക്കെ കൂടും. ഓവറായിട്ട് ടീ കോഫി എടുക്കുന്നത് അത് നമ്മുടെ ന്യൂട്രിയൻ അബ്സോർപ്ഷനും കുറയ്ക്കും. എന്നുവെച്ചാൽ അനീമിക് ആകാനുള്ള ചാൻസസ് ഒക്കെ കൂട്ടുക. എന്നുവെച്ചാൽ അയൺ അബ്സോർപ്ഷനൊക്കെ ഇത് കുറയ്ക്കും. അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കൂടെ ചായ കാപ്പി കൊടുക്കുമ്പം ആ അയൺ അബ്സോർപ്ഷനൊക്കെ കുറയ്ക്കും. അതുകൊണ്ട് നമ്മൾ വിത്ത് ഫുഡ് ഒരിക്കലും പാടില്ല. ഒരു ഈവനിങ് ഇതായിട്ടൊക്കെ വേണമെങ്കിൽ ലിമിറ്റ് ചെയ്ത് ഒരു 1 or 2 ഗ്ലാസസ് എന്നുള്ള രീതിയിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മുഖസംരക്ഷണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ഷുഗർ പൂർണ്ണമായും കട്ട് ചെയ്തു എന്ന് പറയുന്ന കുറേ മനുഷ്യരെ കാണുന്നുണ്ട്. ശരിക്കും ഈ ഷുഗർ കട്ട് എത്ര നല്ലതാണ്? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഷുഗർ കട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, അതുപോലെ നമുക്ക് ഇപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സിൽ വരുന്നത്, അതുപോലെ പേസ്ട്രീസ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെ സ്വീറ്റ്സിലൊക്കെ വരുന്ന ആ ഷുഗേഴ്സ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് ഇപ്പം ഫ്രൂട്ട്സിൽ നിന്നൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫ്രക്ടോസ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ടുന്നതാണ്. അപ്പം അങ്ങനെയുള്ളത് ഇപ്പം നമുക്ക് ഒരു ഹെൽത്തി ഷുഗേഴ്സായിട്ട് നമുക്ക് ഡേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ വല്ലപ്പോഴും ജാഗറി, ഹണിയൊക്കെ യൂസ് ചെയ്യാം. ഒരു റെഗുലർ ബേസിസിൽ ആവശ്യമില്ല, ഇടയ്ക്കൊക്കെ ഒരു ജാഗറി, ഹണി യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അതുപോലെ ഡേറ്റ്സ്, അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിന് ഒരു ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ളത് നമുക്കൊരു ഹെൽത്തി ഷുഗർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. പറഞ്ഞപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ശർക്കര ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹണി ഇടുന്നു. ഇത് സെയിം ഇഫക്റ്റ് ആണോ ഉണ്ടാക്കുന്നത്? ഈ ഷുഗേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? എന്നുവെച്ചാൽ നമുക്ക് ഇപ്പം ഹെൽത്തി ഷുഗേഴ്സിൽ വരുന്നതാണ് ജാഗറിയും ഹണിയും. പക്ഷെ അത് ഹെൽത്തി, ഇപ്പം ഒറിജിനൽ ഹണി ആയിരിക്കണം ആ എഫക്റ്റ് കിട്ടണമെങ്കിൽ. പക്ഷേ ഡയബറ്റിക്കാർക്ക് വരുമ്പം ഇത് ഡയറക്റ്റ് ഷുഗേഴ്സ് എല്ലാം തന്നെ, ഈവൻ ജാഗറി ആണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും അവർ ലിമിറ്റ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു സംശയം, നമ്മൾ എങ്ങനെയാണ് ഈ സീഡ്സും നട്ട്സൊക്കെ ഇപ്പോൾ ധാരാളം കഴിക്കുന്നവരുണ്ട്. ഇത് നമ്മൾ ബദാമൊക്കെ നമ്മൾ ഡ്രൈ ആയി കഴിക്കാമോ, അതോ അതിനെന്തെങ്കിലും ഒരു പ്രോപ്പർ രീതിയുണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്കൊന്നെങ്കിൽ അത് തലേദിവസം സോക്ക് ചെയ്തിട്ടിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റോസ്റ്റഡ് ആയിട്ട് ഫോമിലേ ഉപയോഗിക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഒരു ഫൈറ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പലരും ഇത് റോ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ
റോസ്റ്റഡ് ഫോമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അത് നമ്മളെല്ലാ പയറുവർഗ്ഗങ്ങളിലും നട്ട്സിലും സീഡ്സിലും ധാന്യങ്ങളിലും എല്ലാം ഈ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുതിർത്തിട്ടിട്ട് അല്ലെങ്കിൽ റോസ്റ്റഡ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ എന്ന് പറയുന്നത്. ഈ ഓവർനൈറ്റ് സോക്ഡ് ഓട്സ് അങ്ങനെയുള്ളതൊക്കെ വന്ന ട്രെൻഡുണ്ട്. അപ്പം ഇതൊക്കെ ഇതിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. ആ ഫൈറ്റിക് ആസിഡ് പോയി കിട്ടും. അപ്പം നമ്മുടെ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ കുറച്ചും കൂടെ നല്ലതാക്കും. അതുപോലെയാണ് നമ്മൾ ഈ പുറം രാജ്യത്തൊക്കെ യൂറോപ്പിലേക്കൊക്കെ പോയ മനുഷ്യർ അവിടെ നിന്നിട്ട് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അവർ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നു, അവർ ബെറീസ് ഇടുന്നു. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം ഈ ബെറീസ് തേടി നടക്കുന്നവരുണ്ട്, ബ്ലൂബെറിയൊക്കെ, അതുപോലെ ഓവർനൈറ്റ് ഓട്സൊക്കെ നമ്മുടെ കടല, പുട്ട് ഇതിനൊക്കെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യുന്നു. ഈ പ്രവണത ആസ് എ ഡയറ്റീഷ്യൻ എത്ര ഹെൽത്തിയാണ്, എങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്? നമുക്ക് ഇവിടെ നാച്ചുറലായിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള ഇപ്പം അവോക്കാഡോ, ബെറീസ് ഇങ്ങനെയുള്ളത്. അപ്പം ഇത് ഒരിക്കലും സീസണലി അവൈലബിൾ അല്ല. മീൻസ് സീസണിലുള്ളപ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അതിനോടൊത്ത് നിൽക്കാവുന്ന നമ്മുടെ ഇടയിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം ഇപ്പം പപ്പായ ആണെങ്കിലും ഭയങ്കര ഗുണമാണ്. അതുപോലെ മൾബറീസ് ഇതൊക്കെ ഇതേ എഫക്റ്റ് തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഈ വെളിയിലുള്ള ഇതിലേക്ക് സംസ്കാരം നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇപ്പം ഒലീവ് ഓയിൽ ആണെങ്കിലും ഇവിടെ ഇരിക്കുന്നത് ഓൾറെഡി ഓക്സിഡൈസ് ഫോമിലാണ്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് നല്ലതെന്ന് പറഞ്ഞാൽ സീഡ് ഓയിൽസ് ആണ്. അതിൽ മെയിൻ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ. അപ്പം അതിനൊക്കെ ഒരു ഹീറ്റിംഗ് പോയിന്റ് കൂടുതലായിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ളതാണ് കുക്കിങ്ങിനും നല്ലത്, നമുക്ക് നല്ലത്. ഇവിടെ ഈ ക്ലൈമറ്റിൽ ഒലിവ് ഓയിൽ വരുമ്പോഴത്തേക്ക് അത് ഓൾറെഡി ഓക്സിഡൈസ് ഫോമില്ല. അപ്പം ആ പറയുന്ന ഗുണമൊന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പുട്ട്, കടല അല്ലെങ്കിൽ ഇഡ്ഡലി, സാമ്പാർ ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ ഫുഡ്സാണ്. ഇത് ശരിക്കും നമ്മൾ കഴിക്കുന്ന രീതിയിലാണോ മാറ്റം വരുത്തേണ്ടത്, അല്ല ഇതൊക്കെ അല്ലെങ്കിൽ ഈ ഓവർനൈറ്റ് ഓട്സ് കൊണ്ടൊക്കെ ശരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടോ? അതുകൂടി ഒന്ന് പറയാമോ? നമ്മളെപ്പോഴും ഹെൽത്തി ഡയറ്റ് പ്ലാൻ പറയുമ്പോൾ ഇപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഇഡ്ഡലി ഒരു തെറ്റും ഇല്ല എടുക്കുന്നതിൽ. പക്ഷെ അതിൽ വൈറ്റ് റൈസ് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ചും കൂടെ വീക്കിലി വൺസ് എന്നുള്ള രീതിയിലാക്കി അവരുടെ ഷുഗർ കൺട്രോൾ എളുപ്പമായിരിക്കും. പക്ഷെ അവരാണെങ്കിലും നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ കൂടെ സാമ്പാർ തന്നെ വേണം. ഒരു ചട്നിയിലല്ലാതെ സാമ്പാറിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിൽ ഒരു 4-5 വെജിറ്റബിൾസ് വരും. അതോടൊപ്പം ഒരു എഗ്ഗും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ അതൊരു ബാലൻസ് മീലായി. അപ്പം ഈ സീരിയൽ പോർഷനോടൊപ്പം നമ്മളൊരു പ്രോട്ടീൻ പോർഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ കാർബ്സ് കൂടുതൽ കഴിക്കും. അപ്പം എല്ലാവരും പലപ്പോഴും ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും ഒരു ഉച്ചയ്ക്ക് ലഞ്ചിനെന്നുള്ള രീതിയിൽ കഴിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ എല്ലാ ടൈമിലും ആ സീരിയൽ പോർഷനോടൊപ്പം ഒരു പ്രോട്ടീൻ പോർഷനും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്തൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലേറ്റായി. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇപ്പം ജിം ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഒരു ദിവസം തന്നെ ഒരു 10 എഗ് വെയിറ്റ് എടുക്കുന്നു, നട്ട്സ് മസ്റ്റാണ്, പിന്നെ അതും പോരാഞ്ഞിട്ട് പ്രോട്ടീൻ പൗഡർ ഇൻടേക്ക് ചെയ്യുന്നു. ഇതിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാവോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ പ്രോപ്പറായിട്ട് അത് വേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യം? നമുക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആക്ച്വലി നല്ല കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും ആക്റ്റീവായിട്ടിരിക്കാനും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷേ പലരും അത് ഫിറ്റ്നസ്സിൻ്റെ ഓടൊപ്പം ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഫുഡ് പ്ലാൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ അവരുടെ ഹൈറ്റ് വെയിറ്റ് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു 170 ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 70 ആയിരിക്കണം അവരുടെ ഐഡിയൽ വെയിറ്റ്. അപ്പോൾ 70 ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും അവർക്ക് വേണ്ടത്, 1 ഗ്രാം പെർ ബോഡി വെയിറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ പലരും ഈ ജിമ്മിൽ നിന്ന് ഓരോ ഡയറ്റ് കൊടുക്കും. അപ്പോൾ അത് എല്ലാം ഓവറായിട്ട് ചിലപ്പം ഈ 70 വേണ്ടുന്ന സ്ഥാനത്ത് ഒരു 100 ഗ്രാം പ്രോട്ടീൻ എടുക്കുക എന്നുള്ള രീതിയിൽ വരും. അപ്പം അതൊക്കെ എക്സസ് ആയിട്ട് വരും. ഒരു നല്ല ഡയറ്റ് പ്ലാനോടുകൂടി പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാനോടൊപ്പം ഈ ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് ലൈഫ് ലോങ് അതൊരു ഹെൽത്തി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മസിൽ വേസ്റ്റിങ്, അതുപോലെ തന്നെ ഹെൽത്തി ഇഷ്യൂസ് വരും, ഡെഫിഷ്യൻസീസ് വരും. അപ്പോൾ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടെ, അതുപോലെ പ്രോപ്പർ ഉറക്കം, ഇതെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട് പോകുന്നത് തന്നെയാണ്
നമുക്ക് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടിയാണല്ലേ. അതെ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് എപ്പോഴൊക്കെ ഒരു ചീറ്റ് ഡയറ്റ് എടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കണം നമ്മളൊരു ഗോൾഡൻ റൂള് പോലെ പാലിക്കേണ്ട കാര്യങ്ങളെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ബോഡി ക്ലോക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നും നമ്മൾ കൃത്യമായ സമയത്ത് ഉണരുക, ഉറങ്ങുക, ഇത് ചെയ്യുക. അതുപോലെ ഫുഡ് സമയത്ത് കഴിക്കാൻ നോക്കുക. അപ്പം എന്നും ഒരേ ടൈമിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് സെറ്റാവും. അപ്പോൾ ആ ബോഡി ക്ലോക്ക് ആ ടൈമിൽ നമുക്ക് വിശപ്പ് തോന്നുക. അപ്പം നമ്മൾ എല്ലാം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കും. അപ്പം അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോവുകയാണെങ്കിൽ, ഉറങ്ങുന്നതാണെങ്കിലും പ്രോപ്പറായിട്ട് ആ ഒരു ടൈം ഒരു 10 മണി 11 മണിക്ക് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ മൊബൈല്, TV അങ്ങനെയുള്ളതെല്ലാം മാറ്റി വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഉറക്കവും ശരിയാവുള്ളൂ. അപ്പം നമുക്ക് സ്ട്രെസ്സ് റിലീഫിനും ഉറക്കം അത്യാവശ്യമാണ്. അപ്പം ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രമേഹം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, അങ്ങനെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള മനുഷ്യർ പ്രത്യേകമായി ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അവർ പ്രത്യേകിച്ച് ഇപ്പം പേഴ്സണലൈസ്ഡ് ഡയറ്റായിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് നോക്കും, അവരുടെ സെഡൻറ്ററി വർക്കറാണോ ഹെവി വർക്കറാണോ, അപ്പോൾ അതനുസരിച്ചും അവരുടെ ഷുഗർ വാല്യൂസും എല്ലാം നോക്കി, അവരുടെ ബയോകെമിക്കൽ വാല്യൂസും എല്ലാം നോക്കിയായിരിക്കും അവർക്കൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത് അവർക്കും ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടി വരുന്നത്. അതിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തുന്നു എന്നല്ലാതെ അവർക്കൊരു പ്രത്യേക ഡയറ്റ് എന്നുള്ളതൊന്നും വരുന്നില്ല. നമുക്ക് എപ്പോൾ ഒരു ചീറ്റ് ഡയറ്റ് എടുക്കാം? നമുക്കൊരു പൊറോട്ടയും ബീഫും കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതും ഒരു രുചിയുടെ വൈവിധ്യമാണല്ലോ. നമുക്കിതൊക്കെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം ശരിക്കും? ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്ലി ട്വൈസ് എന്നുള്ള രീതിയിലോ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ക്രേവിങ്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളത് മന്ത്ലി ട്വൈസ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ അല്ലാതെ കഴിക്കേണ്ടി വരുമ്പോഴും കൂടുതൽ അതിൽ പ്രോട്ടീൻസും സാലഡ്സും ഒക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിച്ച് അപ്പോൾ ആ കാർബ്സ്, അപ്പോൾ മൈദ കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് അതിനോടൊപ്പം പ്രോട്ടീൻസും വെജിറ്റബിൾസും കൂടുതൽ ആഡ് ചെയ്ത്, ഇപ്പം മന്തി പോലത്തേത്, മന്തി ഇപ്പം വല്ലപ്പോഴും ഒന്ന് കഴിച്ചു എന്നോർത്ത് കുഴപ്പമില്ല. പക്ഷെ അതിലിപ്പോൾ കണ്ടുവരുന്ന ഓവറായിട്ട് റൈസാണ് അതിൽ തരുന്നത്. അപ്പം നമ്മളതിനെ കുറച്ച് അതിന് ചിക്കനും വെജിറ്റബിൾ പാർട്ട് സാലഡ്സ് ആയിട്ടുള്ളതൊക്കെ കൂടുതൽ, പിന്നെ മയണൈസ് പോലത്തേത് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് മാറ്റിയിട്ട് നമുക്ക് ഹെൽത്തി ഫാറ്റ്, നട്ട്സ്, സീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഈ മയണൈസിന് പകരം നമുക്ക് പനീറും കേർഡും കൂടെ മിക്സ് ചെയ്ത് നല്ല മയണൈസ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് ഹെൽത്തി ആക്കി നമ്മളതിനെ കഴിക്കാം വല്ലപ്പോഴും ഒക്കെ. അപ്പം അങ്ങനെ ശീലമാക്കി കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഒരു ചീറ്റ് ഡേ നടത്തിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ മാം, SK ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കുട്ടികൾ, അമ്മമാരൊക്കെ വരാറുണ്ടാവും. ഈ കുട്ടികളുടെ എന്ത് ആശങ്കയായിട്ടാണ് ഈ പാരൻസ് വരാറുള്ളത്? അവരോട് എന്താണ് ശരിക്കും പറയാറുള്ളത്? കുട്ടികളുടെ ഇതിൽ പലരും പേരൻസ് പറയുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇങ്ങനെയുള്ളതൊന്നും കഴിക്കുന്നില്ല, വളരെ പിക്കി ഈറ്റേഴ്സാണ്. അപ്പം അങ്ങനെ വരുമ്പം ഞാൻ പറയും അത് കുറച്ചും കൂടെ അവരെ അട്രാക്റ്റീവ് ആക്കി കൊടുക്കുക. അവർ കഴിക്കുന്ന ഫുഡ് കുറച്ചും കൂടെ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഫേസസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഉണ്ടാക്കുന്ന ഫുഡ്സ് അതിൽ കുറച്ച് വെജിറ്റബിൾസ്, കളർഫുൾ റെയിൻബോ കളേഴ്സ് എന്ന് പറയും നമ്മൾ, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് റെയിൻബോ കളേഴ്സ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഗ്രീന്, ഓറഞ്ച്, റെഡ് എല്ലാ കളേഴ്സിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നമുക്കുണ്ട്. അപ്പം അതിനെ നമുക്ക് കുറച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം മാവിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വെച്ചിട്ട് അവർ കഴിപ്പിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഇതും കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഒരു കാർട്ടൂൺ ഫേസസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ദോശ ചൂടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് അട്രാക്റ്റീവായിട്ട് ചെയ്ത് കൊടുത്താൽ അവർ കുറച്ചും കൂടെ കഴിക്കും. മീൻസ് അവർക്ക് ഇപ്പോൾ ഷേക്ക് ആണെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് വീട്ടിൽ തന്നെ ഫ്രൂട്ട്സും അങ്ങനെ നട്ട്സും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പാരൻസിനൊക്കെ ഉള്ള ഒരു സംശയമാണ്, ഞങ്ങൾ ഈ ജ്യൂസ് അടിച്ച് ഫ്രൂട്ട്സ് കൊടുക്കുന്നതാണോ നല്ലത്, അല്ല കട്ട് ഫ്രൂട്ട്സ് കൊടുക്കുന്നതാണോ? അത് പൊതുവിൽ മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഏതാണ് ശരിക്കും നല്ലത്? ജ്യൂസ് ഫോം ആണോ കട്ട് ഫ്രൂട്ട്സ് ആയി തന്നെ കഴിക്കുന്നതാണോ?
നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ആ ഫുൾ ഫൈബറും മീറ്റ് ചെയ്യണമെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ജ്യൂസസ് ആകുമ്പോൾ അതിൻ്റെ ഫൈബർ നഷ്ടമാവും. പിന്നെ എക്സ്ട്രാ ചിലർ ഷുഗർ ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അത് ഒരു ഒരു എക്സ്ട്രാ കാലറിയിലുള്ള ഒരു ഡ്രിങ്കായി മാറും. അപ്പം അതിനെ നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിപ്പിച്ച് ശീലിച്ചാൽ കുഞ്ഞിലെ നമ്മൾ കുട്ടികളെ ആ ഒരു ശീലം വരുത്തി. ഇപ്പം എന്താണ്, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഇപ്പം പാക്ഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതും ഈ എയറേറ്റഡ് ഡ്രിങ്ക്സൊക്കെ കുട്ടികളെ തന്നെ ശീലിപ്പിക്കാതിരിക്കുക. അപ്പം നമ്മൾ മേടിച്ചു കൊടുത്താണ് കുട്ടികൾ വെളിയിൽ വരുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ കുഞ്ഞിലെ കുട്ടികൾക്ക് ആ ഒരു ശീലം കൊടുത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കിതിനെ തടയാൻ പറ്റും. അപ്പം പാക്ഡ് ആയിട്ടുള്ള ജ്യൂസസ് മേടിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇപ്പം കട്ട് ഫ്രൂട്ട്സ് ഒട്ടും കഴിക്കുന്നില്ലെങ്കിൽ ജ്യൂസ് ഫോമിലാക്കി കൊടുക്കാം. പക്ഷെ ഷുഗറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും നല്ലത്. അതുപോലെ തന്നെയാണ് ഈ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചും ചില സംശയങ്ങളുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ഗ്ലോ വരും സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റ നേരം കുറേ വെള്ളം കുടിക്കുന്നതാണോ നല്ലത്, അല്ല ഇൻ്റർവെൽസ് എടുത്ത് കുടിക്കുന്നതാണോ? അതിനൊരു രീതിയുണ്ടോ? എങ്ങനെയാണ് ഹൈഡ്രേഷൻ ബോഡിയിൽ സാധ്യമാക്കേണ്ടത്? നമുക്ക് ഓരോ വ്യക്തികളിലും മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 kg 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു റീനൽ പേഷ്യൻസ്, കിഡ്നി ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അല്ലാത്ത ഒരു പേഴ്സണിന് 25 kg 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം കുടിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ടൈമിൽ സ്പ്ലിറ്റ് ചെയ്ത് കുടിക്കേണ്ടി വരും. പക്ഷെ വെള്ളമായിട്ട് കുടിക്കുന്നത് മാത്രമല്ല, നമ്മൾ അല്ലാതെ ഇപ്പോൾ ബട്ടർ മിൽക്ക്, ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇതൊക്കെ എല്ലാ ഫ്ലൂയിഡ്സും അതിൽ കൗണ്ട് ചെയ്യും. അപ്പം പിന്നെ ആഫ്റ്റർ 7:30 പലരും രാവിലെ ഒന്നും വെള്ളം കുടിക്കാതെ നൈറ്റിലായിരിക്കും കുടിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഉറക്കം കിട്ടിയില്ലെങ്കിലും നമുക്കത് സ്ട്രെസ്സ് പോലെ ഇതായി വന്ന് അതും നമുക്ക് ചിലപ്പം ഒബീസ് ആകാനായിട്ടും ഒരു ഒരു അൺഹെൽത്തി ആയിട്ട് അത് മാറും. നൈറ്റിൽ ഇപ്പം നമുക്ക് അതുപോലെ വെള്ളം കുടിക്കേണ്ട തോന്നൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ മാക്സിമം മോർണിംഗ് ടു ഈവനിങ് ടൈമിൽ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പിൽ നമുക്ക് ഓരോ ഗ്ലാസ് കുടിക്കാം, അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിലെങ്കിലും കുടിക്കാം. നമുക്ക് നമ്മൾ ഇതിനായിട്ടൊരു ഒരു ബോട്ടിൽ എപ്പോഴും കൈ കരുതിയാൽ നമ്മൾ എത്ര ലിറ്റേഴ്സ് നമുക്ക് ഇന്ന് എടുത്തു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മുടെ വെയിറ്റിന് വേണ്ടുന്ന അനുസരിച്ചുള്ള വെള്ളം നമുക്കപ്പോൾ കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വന്നാൽ അവർക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ കൗമാരത്തിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, മെനോപോസിലേക്ക് എത്തുന്നു, ഇങ്ങനൊരു ജേണിയാണ്. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകമായി ഡയറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മൾ സ്ത്രീകളുടെ കേസസിൽ ഹോർമോൺ ഇംബാലൻസ് വരുന്നതുകൊണ്ട് ഇപ്പം നോക്കുന്ന ഓരോ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയും അതുപോലെ ഏത് ടൈപ്പ് ഡയറ്റ്, ക്രാഷ് ഡയറ്റുകളെല്ലാം അവരെ ഒത്തിരി അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും കൂടി അവർക്ക് കൂടാനുള്ള ചാൻസാണ്. നമ്മളിപ്പോൾ ഈ ടൈമിൽ എല്ലാം പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പറഞ്ഞത് തന്നെയാണ് അവരും ഫോളോ ചെയ്ത് പോകേണ്ടത്. അപ്പം എന്നെങ്കിൽ മാത്രമേ അവരുടെ ആ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ്സും അങ്ങനെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം, ഇതെല്ലാം കിട്ടി തന്നെ പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ കേട്ട വാക്കാണ് ഈ ക്രാഷ് ഡയറ്റ് എന്നുള്ളത്. ആ വേർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ടൈപ്പ് ക്രാഷ് ഡയറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു 1 വീക്ക് മൊത്തം വെജിറ്റബിൾസ് മാത്രം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ മാത്രം. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വരുമ്പം ആ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ നമുക്ക് എല്ലാം ഉൾപ്പെടുത്തി ഒരു ഡയറ്റ് തന്നെയാണ് നമുക്ക് ഡെയിലി വേണ്ടത്. അപ്പം ഇത് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാതെ വന്ന് ഇത് ചിലർ ഷോർട്ട് പീരീഡ് ആയിരിക്കത്തില്ല ചെയ്യുന്നത്, ലോങ് പീരീഡ് അത് ചെയ്യുമ്പം അവർക്ക് ഈ മസിൽ വേസ്റ്റിംഗ്, അതുപോലെ ബ്ലോട്ടിങ് ഇഷ്യൂസ്, അപ്പം ഇത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എല്ലാം ഇത് കൂടി വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ട് ക്യാബേജ് അടുത്തോടി പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ഈ തൈറോയിഡ് ഉള്ളവർ ക്യാബേജ് കഴിക്കരുത് എന്നുള്ളത് തന്നെയാണോ? അത് മെയിൻലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് തൈറോയിഡ് ഉണ്ട്. ഹൈപ്പർ തൈറോയിഡിസവും
ഹൈപ്പോ തൈറോയിഡിസവും. അതിൽ ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോർമോൺസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യണം. അതേസമയം ഹൈപ്പോയ്ക്ക് അവരുടെ ഹോർമോൺസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ ക്യാബേജ്, കോളിഫ്ലവർ എന്ന് വെച്ച്. പക്ഷേ ഒരു വീക്കിലി ട്വൈസ് ഒക്കെ അവരെടുത്തു എന്നോർത്ത് ഒരു പ്രോബ്ലവും വരുന്നില്ല. നമ്മൾ എക്സസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കപ്പ പറയും, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ ഒരു ലിമിറ്റിന് മാത്രം ഒരു വീക്കിലി ട്വൈസ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യേണ്ടി വരും. ലിമിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഒഴിവാക്കുക അല്ല ചെയ്യേണ്ടത്. അതുപോലെ ഹൈപ്പറുകാർക്ക് അതൊക്കെ കഴിക്കുകയും വേണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒത്തിരി തെറ്റായ രീതിയിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ആരോഗ്യമുള്ള കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആവുകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡയറ്റിൻ്റെ കാര്യത്തിൽ? നമ്മളിപ്പം ഏത് ഏജിലും നോക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇപ്പം ഡിസീസ് കണ്ടീഷൻസ് അനുസരിച്ച് കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും ഇപ്പം ചിലപ്പം ഒരു എക്സ്ട്രാ പ്രോട്ടീൻ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈറ്റമിൻസും ഒക്കെ കുറച്ചും കൂടെ അഡീഷണൽ എടുക്കേണ്ടി വരും. ഇപ്പം മോസ്റ്റ്ലി വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പം അതാണെങ്കിലും നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെയിലി റുട്ടീനിൽ നമ്മളൊരു 10 to 15 മിനിറ്റ്സ് എങ്കിലും ഒരു സൺ എക്സ്പോഷർ കൊടുക്കണം. അത് നമ്മുടെ ടെറസിലോ വെളിയിലാണെങ്കിലും നമ്മുടെ പുറത്താണ് ശരിക്കും അത് കിട്ടുന്നത്. അത് പലരും വിചാരിക്കുന്ന ഇളം വെയിലിലാണെന്ന്. 10 to 3 ആ ടൈമിൽ വരുന്ന വെയിൽ തന്നെയാണ്. അതൊരു പുറത്ത് തന്നെ കിട്ടുന്ന രീതിയിൽ ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും വീക്കിലി ഒരു 3-4 ഡേയ്സ് എങ്കിലും എക്സ്പോസ് ചെയ്ത് സണ്ണിന് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി നമ്മൾ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നില്ല. എന്നൊക്കെ ഈ പറഞ്ഞ പോലെ കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും ആ ഒരു ബോഡി സിന്തസിസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ സൺ എക്സ്പോഷർ മസ്റ്റാണ്. എന്നാൽ മാത്രമേ ആ വൈറ്റമിൻ ഡി നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മൾ ഈ വൈറ്റമിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പലരും ഈ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻസ് ശരിക്കും ഫുഡിൽ നിന്ന് കിട്ടുന്നതാണോ നല്ലത്? നമ്മൾ ഈ ടാബ്ലറ്റ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേജാണോ? അതെങ്ങനെയാണ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻസ് മില്ലിഗ്രാമേ ആവശ്യമുള്ളൂ. അപ്പം നമുക്കൊരു ദിവസം ഒരു 4-5 വെറൈറ്റി വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഒരു 400 to 500 ഗ്രാം ഈ റെയിൻബോ കളേഴ്സ് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും വെറൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4-5 വെറൈറ്റി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഫ്രൂട്ട്സ് 1 or 2 ഫ്രൂട്ട്സ് എന്നുള്ളത് അത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം അതിൽ നിന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ എക്സസ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ കിഡ്നിക്ക് തന്നെയാണ് അത് ഓവർലോഡായിട്ട് വരുന്നത്. അത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് കുറേ ലോസ് അങ്ങനെ ഇതായിട്ട് വരും. അപ്പം നമ്മൾ ഒരു എക്സസ് ആയിട്ട് കൊടുക്കുന്നത് ഏതും ദോഷമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട്. അതെ. ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു ഡിസീസ് കണ്ടീഷന് ചിലപ്പം എക്സ്ട്രാ ഒരു എന്തെങ്കിലും മൾട്ടി വൈറ്റമിൻ എടുക്കാനായിട്ട് ഡോക്ടർ സൈഡ് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കേസസിന് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഈ ഫുഡിൽ നിന്ന് തന്നെ ഈ ബാലൻസ്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മീറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കുറേ കാണുന്നതാണ്, എല്ലാവർക്കും ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻ ഉണ്ട്. ശരിക്കും അതിന് നമ്മളെ ലൈഫ് സ്റ്റൈലുമായിട്ടോ ഡയറ്റുമായിട്ടോ ഒക്കെ ബന്ധമുണ്ടോ? എന്താണ് കണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ ഒരു പ്രോപ്പറായിട്ട് ഫുഡ് ഇൻടേക്ക് ഇല്ല. അതുപോലെ സ്കിപ്പിംഗ് മീൽസാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഒരു ടൈമിൽ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പലപ്പോഴും സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ് അതിന് ഏറ്റവും വേണ്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മോർണിംഗ് ആ ഒരു വെള്ളം കുടിച്ച് പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഹാഫ് ആൻ അവർ കഴിഞ്ഞൊരു ഫ്രൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്ത ട്രൈഗ്ലിസറൈഡ്സ്, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. അത് ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ജ്യൂസ് ആയിട്ടല്ലാതെ കട്ട് ഫ്രൂട്ട്സ് എന്നുള്ളത് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. എക്സെപ്റ്റ് സിട്രസ് ഫ്രൂട്ട്സ് എംപ്റ്റി സ്റ്റൊമക്കിലാകുമ്പോൾ. എന്നിട്ട് അത് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 to 10 എടുക്കുക. എന്ന് വെച്ചാൽ ഒരു സൺറൈസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഡൈജഷന് കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒരു 9 to 10 എന്നുള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. പിന്നെ ഒരു ഇൻ ബിറ്റ്വീൻ മീൽ പോലെ എന്തെങ്കിലും ഹെൽത്തി സ്നാക്സ്, ഇപ്പോൾ സാലഡ്സ് പോലെയോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രൗട്ടഡ് ഗ്രാംസോ അങ്ങനെയുള്ള ഹെൽത്തി സ്നാക്കിങ് എടുക്കുക. പിന്നെ ഒരു ലഞ്ചാണെങ്കിലും ആ ഒരു 1 to 2 എന്നുള്ള ടൈമിലെങ്കിലും മാക്സിമം എടുക്കുക. പിന്നെ ഒരു ഇൻ ബിറ്റ്വീൻ ഈവനിങ്
ഒരു ടൈമില്ലെന്നുള്ള രീതിയിലും നമുക്ക് എന്തെങ്കിലും ഈ ഇടയ്ക്ക് എടുക്കാവുന്ന തന്നെ എന്തെങ്കിലും സാലഡോ സൂപ്പോ അങ്ങനെയുള്ളതും ഇൻക്ലൂഡ് ചെയ്യാം, ഫ്രൂട്ട്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഫാറ്റി ലിവറിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലേറ്റ് നൈറ്റായിട്ട് ഫുഡിങ് എടുക്കാതിരിക്കുക. അത് മാക്സിമം നമ്മളൊരു സൺസെറ്റിന് മുമ്പായിട്ട് എന്നുവെച്ചാൽ ഒരു നല്ല ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5 to 6 ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക. അത് കുറച്ച് ഹെവി ആയിട്ട് എടുക്കാതെ കുറച്ച് ലൈറ്റാക്കി സൂപ്പായിട്ടോ അല്ലെങ്കിൽ ഓംലേറ്റ് പോലെ അങ്ങനെ ഒരു ലൈറ്റാക്കി അതിനെ ലൈറ്റ് മീലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഒരു 10 മണിക്കെന്നുള്ള രീതിയിലെങ്കിലും ഉറങ്ങുകയും ചെയ്ത് നമ്മൾ ഉറങ്ങാൻ പിന്നെയും താമസിക്കും തോറും പിന്നെയും നമുക്ക് വിശക്കും. അപ്പം ആ ഒരു ഇത് മാറ്റി ആ ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഫാറ്റി ലിവർ ഇഷ്യൂസ് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിൽ മെയിനാണ് ഷുഗർ കട്ട് എന്നുള്ളത്. എന്നുവെച്ചാൽ ഷുഗേഴ്സ് എന്ന് പറയുന്നത് ഡയബറ്റിക്, പലരുടെയും വിചാരം ഡയബറ്റിക് ഉള്ളവർ മാത്രം ഷുഗേഴ്സ് കട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഹാർട്ട് ഡിസീസിനാണെങ്കിലും ഒബേസിറ്റിക്കും അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഇഷ്യൂസിനും എല്ലാം നമ്മൾ ആ ഒരു ഷുഗർ കട്ട് എന്നുള്ളത്. പക്ഷെ നാച്ചുറൽ ഷുഗേഴ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനത്തെ അൺഹെൽത്തി സ്വീറ്റ്സ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മുട്ടയെക്കുറിച്ച് ഭയങ്കര ഒരു സംശയമുണ്ട്. ഈ ജിമ്മിൽ പോകുന്നവർ ധാരാളം കഴിക്കുന്നു എഗ് വൈറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ശരിക്കും ഈ മുട്ട വളരെ സമീകൃതമായ ഒരു ആഹാരമാണോ? അത് കഴിക്കേണ്ടത് എത്ര എണ്ണം, എങ്ങനെ എന്നുള്ളൊരു രീതിയുണ്ടോ? നമ്മൾ മുട്ട ശരിക്കും പറഞ്ഞാൽ വിത്ത് യോക്ക് തന്നെ കഴിക്കണം. ഇപ്പം ജിമ്മിൽ പോകുന്നവർ അവർ വൈറ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് വെറുതെ അതിൻ്റെ യോക്കെല്ലാം കളയുകയാണ്. ഇപ്പോൾ ഒരു 6.5 gram പ്രോട്ടീൻ എന്നുള്ളത് ആ ഒരു മുട്ട ഹോൾ എഗ്ഗിൽ വരുന്നത്. അപ്പം അത് നമുക്ക് വേണ്ടുന്ന ഇപ്പം ബാക്കി ആനിമൽ പ്രോട്ടീൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഇപ്പോൾ ഒരാളുടെ ഐഡിയൽ വെയ്റ്റിൻ്റെ അത്രയും ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം അവർക്ക് മീറ്റ് ചെയ്യണം. 1 gram per body weight എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ അത് നല്ലൊരു സോഴ്സാണ് എഗ്ഗ്. അപ്പോൾ അത് വിത്ത് യോക്ക് തന്നെ 2 whole egg വരെ എടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. അത് ഈവൻ കൊളസ്ട്രോൾ ഉള്ളവർക്ക് പോലും എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ എഗ്ഗ് കഴിച്ചിട്ടാണോ കൊളസ്ട്രോൾ വരുന്നത്? അവർ ഓവറായിട്ട് ഇപ്പം എഗ്ഗൊന്നും എടുക്കുന്നില്ലാത്തതുകൊണ്ട് അവർ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കും. അപ്പം ധാന്യം കൂടുതൽ എടുക്കുമ്പോൾ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് അവർ കൂടുതൽ ധാന്യം ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫാറ്റ് മെയിനായിട്ട് കൂടുന്നത്. അപ്പം നമ്മൾ ആ ഹെൽത്തി ഫാറ്റാണ് ഈ എഗ്ഗിലുള്ളത്. അതുകൊണ്ട് അത് 2 whole egg വരെ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ നമുക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഈ ഗുഡ് ബാക്ടീരിയ വയറിലുണ്ടെന്നും അത് നമുക്ക് നല്ലതാണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഗുഡ് ബാക്ടീരിയ വളർത്താൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അങ്ങനെ എന്തെങ്കിലും ഡയറ്റ് പൊടിക്കൈകളുണ്ടോ? നമ്മൾ ശരിക്കും ഗുഡ് ബാക്ടീരിയസിന് ഏറ്റവും വേണ്ടത് പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൽ വരുന്നത് നമുക്ക് കേർഡ് ഒരു പ്രോബയോട്ടിക് ആണ്. അപ്പം നല്ല പുളിയുള്ളതല്ല, പുളി അധികം വരാത്ത കേർഡ്, അതുപോലെ എല്ലാ പുളിപ്പിച്ചുള്ള സാധനങ്ങളിൽ ധാരാളമായിട്ട് പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് വരുന്നുണ്ട്. അപ്പം നമ്മൾ നാച്ചുറൽ ഫുഡ്സിൽ നിന്ന് തന്നെ നമുക്കതെല്ലാം കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റിൽ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് രാവിലെ ബിഫോർ ബ്രഷിങ് തന്നെ വെള്ളം കുടിക്കണം എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ഗുഡ് ബാക്ടീരിയാസ് വായിലുള്ള സമയം. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഫോർ ബ്രഷിങ് തന്നെ രാവിലെ ഹൈഡ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഭയങ്കര ഗുണമാണ്. അതുപോലെ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഇപ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇപ്പം സാലഡ്സ് അങ്ങനെയുള്ളതുമൊക്കെ കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് ഫ്രൈഡ് ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ്സ് അങ്ങനെയുള്ളതൊക്കെ മാറ്റി നമ്മൾ ഈ മെയിനായിട്ട് ഔട്ട്സൈഡ് ഫുഡ്, അതിൽ ഈ പ്രോസസ്ഡ് ഫുഡ്, ഇപ്പോഴത്തെ ജങ്ക് ഫുഡെല്ലാം അതിൽ വരുന്നതാണ്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, എയറേറ്റഡ് ഡ്രിങ്ക്സ്, ഇപ്പം അങ്ങനത്തെ സാധനങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ ഒരു ഹെൽത്തി പ്ലേറ്റ് എന്നുള്ള പറഞ്ഞത് ആ ഒരു ഫുഡ് പ്ലേറ്റ് നമുക്ക് കഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗട്ട് ബാക്ടീരിയാസ് ഇമ്പ്രൂവ് ആകാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതൽ എടുത്ത് വരുമ്പം പിന്നെ ഈ ഹെർബൽ ടീസ് അതുമൊക്കെ നമുക്കൊരു ഇതിന് ഹെൽപ്ഫുള്ളാണ്.
ഓക്കെ. ഈ ഗ്രീൻ ടീ ഒക്കെ ഇപ്പോൾ വളരെ പ്രചാരത്തിലാണ്. അതൊക്കെ ശരിക്കും ടീയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണോ? ശരി, നമ്മൾ ഗ്രീൻ ടീ എക്സസ് എടുത്താൽ അതും ഈ യൂറിക് ആസിഡ് കൂട്ടുന്നത് പ്രശ്നം വരും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഗ്രീൻ ടീ അധികം യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഗ്രീൻ ടീ യൂസ് ചെയ്യാൻ പറയുമ്പോൾ പലരും ഒരു ദിവസം കുടിക്കുന്ന വെള്ളം മൊത്തം ഗ്രീൻ ടീ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാതെ ഒരു ലിമിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു 1 or 2 കപ്സ് എന്നുള്ളതിൽ കൂടുതൽ പാടില്ല. അതിനേക്കാൾ കുറച്ചും കൂടെ ഹെർബൽ ടീസ് ആയിട്ടുള്ള ഈ ശംഖുപുഷ്പ ഇട്ടിട്ടോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവിട്ടോ, അങ്ങനെ നമുക്ക് കറുവാപ്പട്ട, അങ്ങനെ ഓരോരോ ഇത് മാറ്റി മാറ്റി ജിഞ്ചർ ഇട്ടിട്ട് ചിലർ ചെയ്യും. അപ്പം ഇതെല്ലാം നമുക്ക് മാറി മാറി ഒരു ഒരു 1 ഗ്ലാസിൻ്റെ അകത്ത് ലിമിറ്റ് വെച്ച് നമുക്ക് ഒരു വീക്കിലി ത്രൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാം, ഈ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. മാമിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുന്ന, നിങ്ങൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ, നിങ്ങൾ ഇതൊക്കെ കഴിക്കൂ എന്ന് പറഞ്ഞ് ചില ഫ്രൂട്ട്സ് എന്തോ ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതൊക്കെ നല്ലതാണ് ശരീരത്തിനെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെൽത്തി ഫുഡ് പ്ലേറ്റ് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലേറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സ് വേണം. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയൺ അബ്സോർപ്ഷൻ വരുന്നുള്ളൂ. കണക്റ്റഡ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ നമുക്ക് കാൽസ്യം അബ്സോർപ്ഷൻ വരുള്ളൂ. അപ്പം വേറൊരു ന്യൂട്രിയൻ്റ് നമുക്ക് അബ്സോർപ്ഷന് മറ്റൊരു ന്യൂട്രിയൻ്റ് ആവശ്യമാണ്. അപ്പം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഡെയിലി ചെയ്യേണ്ടത്. അതോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പിന്നെ നമ്മൾ പ്രോപ്പർ ഉറക്കം, ഇതെല്ലാം നമ്മുടെ ഒരു ഭാഗമാക്കണം. മാം, അതുപോലെ ഇപ്പോഴേ നമ്മൾ സിറ്റിയിലൂടെയൊക്കെ ട്രാവൽ ചെയ്യും, പ്രത്യേകിച്ച് ഞങ്ങൾ തിരുവനന്തപുരംകാരാകുമ്പോൾ പ്രത്യേകിച്ച് കാണുന്നൊരു കാഴ്ചയാണ്, മുക്കിന് ചായക്കടകളുണ്ട്. ഇപ്പോൾ മലബാർ കടികളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെറിയ സ്നാക്സും വരുന്നുണ്ട്. ഈ വൈകുന്നേരം ഓടാൻ പോയ മനുഷ്യർ, ജിമ്മിൽ പോയ മനുഷ്യരൊക്കെ അവിടെ നിന്ന് ചായയും ഇത്തരം സ്നാക്സും കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെയും കഴിക്കാറുണ്ട്. ഇത് എത്രത്തോളം ഹെൽത്തിയാണ്? ഇതിന് പ്രശ്നമുണ്ടോ ശരിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്. ആ ഒരു ഏരിയയിൽ 2-3 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു 15-20 എണ്ണമെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ചിലപ്പം രാവിലെ ഇട്ട് എണ്ണ തിളപ്പിച്ച് ആ എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നിടത്താണെങ്കിൽ നമുക്ക് ഇത് ചീത്ത കൊളസ്ട്രോൾ കൂടാനായിട്ട് അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പിന്നെ ക്യാൻസർ പോലത്തെ ഇത്. അപ്പം എന്ന് വെച്ചാൽ ഈ എണ്ണ ഇതിൽ കൂടുതൽ ചൂടായി വരുന്നത് അത് നമുക്ക് ഒത്തിരി ഹാംഫുള്ളാണ്. അപ്പം എണ്ണ ഇവർ ചിലപ്പോൾ മാറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഈ ഓവറായിട്ട് തിളച്ച് കിടക്കുന്നത് വീണ്ടും വീണ്ടും സ്നാക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ആൾക്കാർ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അവർ എണ്ണ മാറ്റാൻ സമയം കിട്ടണം എന്നില്ല, അവർ അതിൽ തന്നെ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ഒത്തിരി നമ്മുടെ ഇപ്പോൾ ഹാർട്ട് ഡിസീസ് കൂട്ടാനാണെങ്കിലും ക്യാൻസർ ഇഷ്യൂസ് കൂട്ടാനും ഇത് വളരെ ദോഷം ചെയ്യും. അതുപോലെയാണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ രാത്രി ജീവിതം കുറച്ചുകൂടി സജീവമാണ്. അപ്പോൾ ഈ നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ പോകുന്ന മനുഷ്യരുണ്ടാവും, അവരൊക്കെ അവിടുന്ന് ഫുഡും കഴിക്കുന്നുണ്ടാവും. ഈ രാത്രി നേരത്തെ ജീവിതങ്ങൾ ശരിക്കും നമ്മളെ ഡയറ്റിനെ എഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമോ? എന്താ തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും രാത്രിയിലത്തെ ഫുഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഡൈജഷൻ ഇഷ്യൂസ് വരും. അപ്പോൾ ബ്ലോട്ടിങ് പോലത്തെ ഇത്, അതുപോലെ ഫാറ്റി ലിവർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലേറ്റ് നൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് ലിവറിൻ്റെ മെറ്റബോളിസത്തെ ഏറ്റവും ബാധിക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിന്നർ ഒരു സൺസെറ്റിന് മുമ്പായിട്ട് കഴിക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. അപ്പം ഇതെല്ലാം ഈ ഒരു നൈറ്റ് എൻജോയ്മെൻറ്റിൽ ഇല്ലാതാണ്. പലരും രാത്രിയിൽ ചായ കാപ്പി ഇങ്ങനെയുള്ളത് കുടിക്കും. അപ്പം ഉറക്കത്തെ വീണ്ടും അത് ഡിസ്റ്റർബ് ചെയ്യുവാണ്. നമുക്കൊരു 6 to 7 അല്ല, ഒരു 7 to 8 hours എങ്കിലും ഉറക്കം ആവശ്യമാണ്. അപ്പം നമ്മുടെ ആ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതെ വരുമ്പം നമുക്ക് ഈ സ്ട്രെസ്സ് കൂടിയിട്ട് ഇപ്പോൾ കൂടുതൽ ഡിപ്രഷൻ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഈ നൈറ്റ് ലൈഫ് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞ് കുറേ ഒബേസിറ്റി, അതുപോലെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പം തന്നെ കേട്ടില്ല, നമ്മൾ മിക്കവരും ഈ നോൺ വെജ് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ്, മട്ടൺ ഇതൊക്കെ ശരീരത്തിന് എത്രത്തോളം വേണം? എവിടെയാണ് ഇത് ലിമിറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ലിമിറ്റിൻ്റെ കാര്യമുണ്ടോ? റെഡ് മീറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? റെഡ് മീറ്റ് തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കൂട്ടുന്ന
മീറ്റ് തന്നെയാണ്. അപ്പം നമ്മളതൊരു മന്ത്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ ആ ഒരു ലിമിറ്റ് പോർഷൻ സൈസ് ഓരോരുത്തർക്ക് പറയും. അപ്പോൾ അതൊരു വളരെ ലിമിറ്റ് ചെയ്ത് മാത്രം യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ് ഇതായിട്ടുള്ള സോസേജസ്, നഗറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ദോഷം ചെയ്യും. അപ്പം നമ്മൾ കൊളസ്ട്രോൾ കൂട്ടാനാണെങ്കിലും ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കൂടി ഫാറ്റി ലിവർ ഇഷ്യൂസിനും ഒക്കെ ഇത് ദോഷം ചെയ്യും. മാം, അതുപോലെ ഈ നോൺ വെജ് കഴിക്കാത്ത മനുഷ്യരുണ്ടാവും. ഈ ചില സ്ത്രീകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയുണ്ട്, നന്നായി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അവർ ദോശയും മറ്റേ പഞ്ചസാരയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന കാണാറുണ്ട്, അല്ലെങ്കിൽ മുളക് പൊടി അങ്ങനെയൊക്കെ. എങ്ങനെയാണ് നമുക്ക് ഈ വെജിറ്റേറിയൻസിന് ഈ നോൺ വെജിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ന്യൂട്രിയൻസ് ആയാലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുക? ഏതൊക്കെ ഐറ്റംസ് കൊണ്ടാണ്? അത് ആനിമൽ പ്രോട്ടീൻസ് തന്നെയാണ് പ്രോട്ടീൻ നമ്മൾ ബോഡി കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് എപ്പോഴും ആനിമൽ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ തൈര്, മോര്, പനീർ അങ്ങനെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ പൾസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വെജിറ്റേറിയൻ പ്രോട്ടീനായിട്ടുള്ള ഇപ്പോൾ പയറ് വർഗ്ഗങ്ങൾ, കടല, പീസ് അങ്ങനെയുള്ളത്, നട്ട്സ്, സീഡ്സ്, അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അവർക്ക് പ്രോട്ടീൻ മീറ്റ് ചെയ്യുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഫുഡുകൾ, അങ്ങനത്തെ ഫുഡുകൾ ശരിക്കും ഉണ്ടോ? എന്തൊക്കെയാണ് അതിനു വേണ്ടി ചെയ്യാൻ പറ്റുക? ഇമ്മ്യൂണിറ്റി വർക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബാലൻസ്ഡ് ആയിട്ട് ന്യൂട്രിയൻസും നമുക്ക് മീറ്റ് ചെയ്തെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടുള്ളൂ ബോഡിയിൽ. അപ്പം വേറൊരു ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി വരാതിരിക്കണമെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ധാന്യങ്ങളായിട്ടുള്ളത്, പ്രോട്ടീൻസ് എന്ന് പറയുമ്പം എഗ്ഗ്, ഫിഷ് അങ്ങനെയുള്ളത്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, സീഡ്സ്, ഇതെല്ലാം പ്രോട്ടീനുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നുള്ളതിൽ വൈറ്റമിൻസ്, മൾട്ടി വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെയുള്ളത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഹെൽത്തി ഫാറ്റായിട്ടുള്ളത് ഗീ, ബട്ടർ, കോക്കനട്ട് അങ്ങനെയുള്ള കുറച്ച് അതൊരു ലിമിറ്റ് ചെയ്ത് അത് വേണം. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പം അത് തന്നെയാണ് നമുക്ക് ഒരു ഇതെല്ലാം ഐഡിയലായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ മാം, ഒരു കൂട്ടർക്കുള്ള സംശയമായിരിക്കും, അതായത് ഈ ഗർഭിണികൾക്കുള്ള സംശയമായിരിക്കും. അവരോട് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഒരാളുടെ അല്ല രണ്ടാളുടെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആദ്യകാലത്തൊക്കെ വോമിറ്റിങ്ങും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ഗ്യാസ്ട്രൈറ്റിക്സ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ ഗർഭിണികൾ ഭക്ഷണത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഗർഭിണികളും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഫുഡ് പ്ലേറ്റ് തന്നെയാണ് അവരും ഫോളോ ചെയ്യേണ്ടത്, ബാലൻസ്ഡ് ആയിട്ട്. എന്ന് വെച്ചാൽ എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടെ പ്രോട്ടീൻസ് ആഡ് ചെയ്യും. അതുപോലെ കാലറീസ് ഇപ്പം 2 പേർക്ക് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് കഴിപ്പിക്കുന്ന ആ ഒരു രീതി വേണ്ട. ഇപ്പം പലരിലും ഈ സമയത്തൊക്കെ ഡയബറ്റിക് GDM, ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. അപ്പം അതൊക്കെ കൂടി വരുന്ന സമയമാണ്. അതുപോലെ BP ആണെങ്കിലും അത്. അപ്പം നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ് മാറ്റുക. അപ്പം നാച്ചുറൽ സ്വീറ്റ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്നുള്ളതൊക്കെ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ഹെൽത്തി ഫുഡായിട്ടുള്ള രീതിയിൽ നമുക്ക് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സീരിയൽസ് ആണെങ്കിലും പ്രോട്ടീൻസും വെജിറ്റബിൾസും എല്ലാം ഉൾപ്പെടുത്തി തന്നെ ചെയ്യുക. പക്ഷേ നമുക്കൊരു 3rd ട്രൈമസ്റ്റർ ആകുമ്പോൾ അവർക്ക് എക്സ്ട്രാ ഒരു കാലറി ആയിട്ട് ഒരു 300 കാലറി എന്നുള്ളത് ഇപ്പോൾ ഒരു 2 ഗ്ലാസ് മിൽക്ക് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ളത് മീറ്റ് ചെയ്യും. അപ്പം അല്ലാതെ ഈ കാർബ്സ് കൂടുതൽ, ഇപ്പോൾ ചോറ് കൂടുതലായിട്ട് 2 പേർക്കുള്ളത് കഴിക്കണം എന്ന് പറഞ്ഞെടുത്ത് അവർ കൂടുതൽ ഒബേസും ആകും. അതുപോലെ വേണ്ടുന്ന ന്യൂട്രിയൻസ് വേറെ ചിലപ്പോൾ അതിൻ്റെ കൂടെ പ്രോട്ടീൻ എടുക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് തന്നെ കഴിപ്പിക്കാൻ നോക്കുക. ക്വാണ്ടിറ്റി അവർക്ക് വേണ്ടുന്ന ഓരോ ഗർഭിണികളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ GDM, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ ഇത്രയും തന്നെയും വേണ്ട. അപ്പോൾ കുറച്ച് സ്പ്ലിറ്റ് മീലായിട്ട് കുറച്ചും കൂടെ പ്രോട്ടീൻസും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് കാർബ്സ് കുറച്ചും കൂടെ കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റായിരിക്കും അവർക്ക് ഫോളോ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ മെയിനായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ്
അവർക്കും ചെയ്യേണ്ടത്. ഹൈഡ്രേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലൂയിഡ്സ് ഇപ്പം വെള്ളം കൂടുതൽ എടുക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആഡ് ചെയ്തും അങ്ങനെ വെള്ളം ബട്ടർ മിൽക്കായിട്ടും അങ്ങനെ കുറച്ച് ഫ്ലൂയിഡ്സ് ആയിട്ട് വേണ്ടുന്നത് ടീ കോഫി അങ്ങനെയുള്ളത് മാറ്റിയിട്ട് കുറച്ചും കൂടെ അവർക്ക് വേണമെങ്കിൽ കരിക്കും വെള്ളം, ലൈം ജ്യൂസ് അങ്ങനെയുള്ള മോരും വെള്ളം അങ്ങനെയുള്ള കുറച്ചും കൂടെ ഡ്രിങ്ക്സ്, നാച്ചുറൽ ഡ്രിങ്ക്സ് ആയിട്ടുള്ളതൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മനുഷ്യർ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ യൂറിക് ആസിഡ് എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല എന്നുള്ളത്. യൂറിക് ആസിഡും ഡയറ്റും തമ്മിൽ ബന്ധമുണ്ടോ? അവരെന്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? യൂറിക് ആസിഡ് കൂടി വരുന്ന ഇപ്പോൾ കൂടുതലും അത് മെയിൽസിനാണ് കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ അവർ ഒരു ദിവസം തന്നെ ഒരു 8-10 ചായ കുടിക്കുന്നവരുണ്ടാവും. അപ്പം അത് അവരുടെ യൂറിക് ആസിഡ് കൂട്ടാനായിട്ടൊരു ഫാക്ടറാണ്. അതുപോലെ നട്ട്സ് ആൻഡ് സീഡ്സ് അത് പലരും എക്സസ് ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതും എക്സസ് ആയാലും ഒരു ലിമിറ്റ് ഒരു 4 ഡെയിലി എന്നുള്ള ബേസിൽ കഴിക്കുമ്പോൾ ഒരു 4-5 നട്ട്സ് എന്നുള്ളതേ വരാൻ പാടുള്ളൂ. അതിൻ്റെ സ്ഥാനത്ത് ഇടയ്ക്ക് വിശക്കുമ്പോൾ ഒക്കെ പോയി ഇത് ചിലപ്പോൾ TV കണ്ടുകൊണ്ട് കഴിക്കുമ്പം അത് കൂടുതലായിട്ട് നട്ട്സൊക്കെ ഒരു പാക്കറ്റൊക്കെ ഫുൾ തീർത്ത് അങ്ങനെയുള്ളത്. അപ്പം ഇത് അതുപോലെ നോൺ വെജ് സ്ഥിരമായിട്ട് നോൺ വെജ് എക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടാനായിട്ട് കാരണമാണ്. അതുപോലെ തന്നെയാണ് ഈ യൂറിക് ആസിഡിന്റെ പ്രോട്ടീൻ കൺട്രോൾ ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണോ? അത് പ്രോട്ടീൻ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം ഓവറായിട്ട് അവർ മീറ്റ് പ്രോഡക്ട്സുകൾ എടുക്കുമ്പം അത് പ്രോട്ടീനാണല്ലോ. അപ്പം അതുകൊണ്ടാണ് പ്രോട്ടീൻ കൂടുതലെന്ന് പറയുന്നത്. അപ്പം ഒരു 1 gram per ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ പാലിക്കേണ്ടത് അങ്ങനെ പോവുക. അല്ലാതെ ഈ ഓവറായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ നട്ട്സും പിന്നെ നോൺ വെജൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ എടുത്ത് അങ്ങനെ വരുന്നത് അവർക്ക് ഈ യൂറിക് ആസിഡ് കൂട്ടും. മാം ഒരുപാട് നന്ദി. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. കാരണം പേടിപ്പിക്കലുകളൊന്നുമില്ല. നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇതെങ്ങനെ മോഡിഫൈ ചെയ്യാമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.